അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, 2026 നടക്കാൻ പോകുന്ന സമസ്ത പൊതുപരീക്ഷയിൽ 5ാം തരത്തിൽ അഖീദയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്തെഴുതുക. ബ്രാക്കറ്റിൽ അൽ ഫാത്തിഹ, ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അൽ ഇഖ്ലാസ്, ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അതിൽ 5 ചോദ്യങ്ങളാണുള്ളത്. 1. സുലുസുൽ ഖുർആനി അൽ ഇഖ്ലാസു. 2. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. 3. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. 4. ഉമ്മുൽ ഖുർആൻ അൽ ഫാത്തിഹ. 5. സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. സെക്ഷൻ 2, ശരി അടയാളപ്പെടുത്തുക. അതിലും 5 ചോദ്യങ്ങളാണ്. 1. ഭയങ്കരമായ ഒരു തീ പുറപ്പെടും. എൻ്റെ ആൻസർ മശ്രിഖിൽ നിന്നുണ്ട്, യമനിൽ നിന്നുണ്ട്, മഗ്രിബിൽ നിന്നുണ്ട്. ശരിയായത് യമൻ എന്നുള്ളതാണ്. 2. വിശ്വാസകാര്യങ്ങൾ വിശദീകരിച്ചത് അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. 3. ഭ്രമണപഥത്തിൽ നീന്തുന്നു ഗോളങ്ങൾ. 4. മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ റിദ്ദത്ത്. 5. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സെക്ഷൻ 3, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഒന്നാമത്തത്, ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കപ്പെടുന്നവരാണ് മുബ്തദിഉകൾ. 2. സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തതാണ് ഗൈബ്. 3. അങ്ങേയറ്റത്ത് താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ്. 4. ഖുർആനിൻ്റെ അവതരണാരംഭം എവിടെ വെച്ച്? ഹിറാ ഗുഹയിൽ വെച്ച്. 5. പരലോകത്തുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇഹലോകം. ഇനി സെക്ഷൻ 4, എണ്ണം എഴുതാം. സൂറത്ത് മക്കിയുടെ എണ്ണം. മക്കയിൽ അവതരിച്ച സൂറത്തുകൾ എത്ര എണ്ണം എന്നാണ് ചോദ്യം. എൻ്റെ ആൻസർ 86. 2. ഖുർആനിന് മുമ്പ് അവതരിക്കപ്പെട്ട കിതാബുകൾ 3. മൂന്നാമത്, സൂറത്ത് മദനിയയുടെ എണ്ണം 28. ഇനി സെക്ഷൻ 5, പൂരിപ്പിക്കുക. 1. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. 2. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. 3. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനുൽ ഇസ്ലാം. സെക്ഷൻ 6, ഉത്തരം എഴുതാം. 1. അദ്ദുആ എന്നാൽ എന്ത്? ആൻസർ, ആരാധനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായ അഭ്യർത്ഥനയാണ് ദുആ. 2. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമേത്? ആൻസർ, അസ്സുന്നത്ത് വൽ ജമാഅത്തു. 3. ഇജ്മാഅ് എന്നാൽ എന്ത്? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാഅ്. 4. നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത്. ഏത്? ആൻസർ, ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നദിയിൽ എറിയണം. ഇതായിരുന്നു അതിൻ്റെ ആൻസർ. സെക്ഷൻ 7, സാരമെഴുതുക. സാരമെഴുതുക പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഴുതാനാണ് പറയുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ സ്തുതിക്കുന്നതോടൊപ്പം. 2. ഇന്ന ശിർക ലദുൽമുൻ അദീം. നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ശിർക്ക്. സെക്ഷൻ 8, വ്യക്തമാക്കുക. ഇബാദത്ത് എന്നാൽ എന്ത്? ഇതിൻ്റെ ആൻസർ, അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ്. 2. മോജിസത്ത് എന്നാൽ എന്ത്? അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ്
മോജിസത്ത്. സെക്ഷൻ 9 അർത്ഥം എഴുതാം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അനാചാരം, ഇബാദത്ത് ആരാധന, ഇൽമുൽ ഗൈബ് അദൃശ്യജ്ഞാനം, ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത. ഇത്രയും കാര്യങ്ങളാണ് 2026 നടക്കാൻ പോകുന്ന സമസ്ത പൊതുപരീക്ഷയിൽ 5ാം തരത്തിൽ അക്കീദയിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങളും മറ്റും കൃത്യമായി വായിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യുക. പരീക്ഷയിലും മറ്റും ഉന്നത വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.